+2 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റിൽ ഫിനാൻഷ്യൽ ഫംഗ്ഷനിൽ വരുന്നതാണ് കുമുലേറ്റീവ് ഇൻട്രസ്റ്റ് CUMIPMT എന്ന് പറയുന്നത്. അക്രൂഡ് ഇൻട്രസ്റ്റും ഉണ്ട്, കുമുലേറ്റീവ് ഇൻട്രസ്റ്റും ഉണ്ട്. ആദ്യം ഇത് തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും പൈസ എടുത്തതിന് ഒരു ദിവസം 10 രൂപയാണ് ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ ദിവസം 10 രൂപ കൊടുക്കുന്നു, രണ്ടാമത്തെ ദിവസം 10 രൂപ കൊടുക്കുന്നു, മൂന്നാമത്തെ ദിവസം 10 രൂപ കൊടുക്കുന്നു. ഈ 3 10 കൂടെ കൂട്ടുന്നതിന് നമ്മൾ 30 രൂപ കുമുലേറ്റീവ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. ഇതേ 3 10 രൂപ തന്നെ നമ്മൾ കൊടുക്കാനുണ്ട്, ഇതുവരെ കൊടുത്തില്ല എങ്കിൽ അതിനെ നമ്മൾ അക്രൂഡ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളത് തമ്മിൽ. രണ്ടും ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ തന്നെയാണ് വരുന്നത്. ഒന്ന് നമ്മൾ കൊടുത്തിട്ടില്ല, മറ്റേ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ കുമുലേറ്റീവ് ഇൻട്രസ്റ്റ് ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കുമുലേറ്റീവ് ഇൻട്രസ്റ്റിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് റേറ്റ്, എൻവർ, PV, SE ടൈപ്പ്. റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എവിടുന്ന് ലോൺ എടുത്താലും എന്ത് കൊടുക്കണം, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളതാണ്. ഇവിടെ റേറ്റിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ ഇൻട്രസ്റ്റിനെ നമ്മൾ മന്ത്ലി റേറ്റായിട്ട് കൺവെർട്ട് ചെയ്ത് വേണം ഈ ഒരു ഫോർമുലയിൽ അപ്ലൈ ചെയ്യാനുള്ളതെന്ന്. അടുത്ത എൻവർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡാണ്. എത്ര മാസം കൊണ്ടാണ് നമ്മൾ ഈ ലോൺ അല്ലെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന എമൗണ്ട് തിരിച്ചടയ്ക്കാനുള്ളതെന്നാണ്. PV എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ലോണിൻ്റെ എമൗണ്ടാണ്. നമുക്ക് എത്ര രൂപ നമ്മൾ കൈപ്പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് ലോണായിട്ട് കിട്ടിയതെന്നുള്ളതാണ്. SE എന്ന് പറയുന്നത് S ഈസ് ദ ഫസ്റ്റ് പീരീഡ്, E ഈസ് ദ ലാസ്റ്റ് പീരീഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഏത് മാസം മുതൽ ഏത് മാസം വരെയുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 5 വർഷത്തേക്കാണ് ലോൺ എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു വർഷം 12 മാസമുണ്ട്. അപ്പോൾ 5 വർഷത്തേക്ക് 60 മാസം വരും. നമുക്ക് ആദ്യത്തെ 10 മാസത്തേതാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ നമ്മൾ S എന്ന് പറയുന്ന 1 കൊടുക്കും, E എന്ന് പറയുന്നത് 10 എന്നും കൊടുക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്കുള്ള കുറച്ച് നാളത്തെ ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെന്ന് വിചാരിക്കുക. നമുക്ക് 40ാമത്തെ മാസം മുതൽ 45ാമത്തെ മാസം വരെയുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെങ്കിൽ S എന്ന് പറയുന്നത് 40 എന്നും കൊടുക്കും, E എന്ന് പറയുന്നത് 45 എന്നും കൊടുക്കും. ഇനി നമുക്ക് ഈ 5 വർഷത്തെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ S എന്ന് പറയുന്നത് 1 കൊടുക്കുന്നു, E എന്ന് പറയുന്നത് 60 എന്ന് കൊടുക്കുന്നു. കാരണം 60 മാസം ഉള്ളതുകൊണ്ട്. ഈ അടുത്ത ലാസ്റ്റ് കൊടുക്കാനുള്ള ടൈപ്പാണ്. ടൈപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡ്യൂ ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്. അതായത് നമ്മൾ എന്നാണ് ഈ പേയ്മെൻറ്റ് നടത്താനുള്ളത്, ഒരു മാസം 1-ാം തീയതിയാണോ അല്ല അവസാനത്തെ ദിവസമാണോ നടത്താനുള്ളതെന്നാണ്. 0 എന്ന് പറഞ്ഞാൽ അവസാനത്തെ ദിവസമാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്നാണ്. അല്ല എല്ലാ മാസവും ആദ്യമാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ നമ്മൾ ടൈപ്പിൻ്റെ അവിടെ 1 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ നമുക്ക് നോക്കാം. വാട്ട് ആർ ദ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്സ് അറ്റ് എ ഇയർലി ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 8.5%. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.5%. മന്ത്ലി പേയ്മെൻറ്റ് ഫോർ 3 years. അതായത് 8.5% ഇൻട്രസ്റ്റ് വെച്ച് നമ്മൾ എടുത്തിരിക്കുന്ന തുക എത്രയാണോ അത് നമ്മൾ 3 വർഷം കൊണ്ടാണ് തിരിച്ചടയ്ക്കാനുള്ളത്. 3 വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ 12 മാസം വെച്ച് 3 വർഷം 36 മാസം കൊണ്ടാണ് തിരിച്ചടയ്ക്കാനുള്ളത്. ആൻഡ് കറണ്ട് ക്യാഷ് വാല്യൂ ഓഫ് 50,000. ഇപ്പോൾ നമ്മൾ എത്ര രൂപ എടുത്തിട്ടുണ്ട്, 50,000 രൂപയാണ് ലോണായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ദ സ്റ്റാർട്ട് പീരീഡ് ഈസ് 24th ആൻഡ് ദ എൻഡ് പീരീഡ് ഈസ് 30th. അതായത് എന്ന് വരെയുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 24ാമത്തെ മാസം മുതൽ 30ാമത്തെ മാസം വരെയുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദ പേയ്മെൻറ്റ് ഈസ് ഡ്യൂ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ്. എല്ലാ മാസവും ആദ്യത്തെ ദിവസമാണ് എന്ത് പേ ചെയ്യാനുള്ളത്, ലോൺ എമൗണ്ട് പേ ചെയ്യാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ സിൻടാക്സ് പറഞ്ഞിരിക്കും പോലെ ഈക്വൽ ടു കുമുലേറ്റീവ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ്. നമ്മളത് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ സിൻടാക്സ് താഴെ വരും. ആദ്യം റേറ്റ് കൊടുക്കണം. റേറ്റ് നമ്മൾ എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞ് കൺവെർട്ട് ദ ആനുവൽ റേറ്റ് ഇൻറ്റു മന്ത്ലി റേറ്റ് ആക്കണം. അപ്പോൾ ഒരു വർഷം 12 മാസമാണുള്ളത്, അതുകൊണ്ട് നമ്മളതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. കോമ
നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് നമ്മൾ മാസത്തിലാണ് കൊടുക്കാനുള്ളത്. എത്ര മാസമാണ്? 3 വർഷം എന്ന് പറഞ്ഞാൽ 3 × 12 36. പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണുള്ളത്? 50,000 രൂപ. അത് ഏത് സെല്ലിലാണുള്ളത്? C22. അടുത്തത് എസ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പീരീഡ് ഏത് മാസം തൊട്ടുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്? 24ാമത്തെ മാസം തൊട്ടുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അത് C23ലാണുള്ളത്. നെക്സ്റ്റ് ഇ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പീരീഡ്, അതായത് ഏത് മാസം വരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം? 30ാമത്തെ മാസം വരെയുള്ള ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് C24ലാണുള്ളത്. ആ സെല്ല് സെലക്ട് ചെയ്യുന്നു, കോമ. ഇവിടെ പേയ്മെൻറ്റ് ഈസ് ഡ്യൂ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് പീരീഡ് എന്ന് പറയുന്നുണ്ട്. അതായത് എല്ലാ മാസവും 1-ാം തീയതിയാണ് പേയ്മെൻറ്റ് നടത്താനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ 1 സെലക്ട് ചെയ്തത്. എല്ലാ മാസവും അവസാനമാണ് പേയ്മെൻറ്റ് നടത്തുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 0 ആയിരിക്കുന്നതിനെ ടൈപ്പ് ചെയ്യുക. ഇത്രയും കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് എത്ര കിട്ടിയ ആൻസർ? 746 എന്ന് കിട്ടി. മൈനസ് ഫിഗർ വരുന്നത് എന്താണെന്ന് വെച്ചാൽ പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമ്മളുടെ കയ്യിൽ പൈസ വന്ന് പോസിറ്റീവ്, നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ അത് നെഗറ്റീവ്. ഇൻട്രസ്റ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ഇത് 1-ാമത്തെ മാസം മുതൽ മൊത്തം 36 മാസമാണുള്ളത്. 36ാമത്തെ മാസം വരെയുള്ള ഇൻട്രസ്റ്റാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ നമ്മളതെങ്ങനെ കൊടുക്കും? ഇവിടെ 1 ഇവിടെ 36 കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ എത്ര ഇൻട്രസ്റ്റ് കിട്ടുന്നു? 6,421 രൂപ 91 പൈസ. അതായത് 6,422 രൂപയാണ് നമ്മൾ ഈ 3 വർഷം കൊണ്ട് ഇതിനടയ്ക്കുന്നത്. അതായത് ഈ 50,000 രൂപയ്ക്ക് അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ആദ്യമുള്ള മാസങ്ങളിൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പ്രിൻസിപ്പലിൻ്റെ എമൗണ്ട് കുറേശ്ശെ അടച്ചു വരുമ്പോൾ പിന്നീടുള്ള മാസങ്ങളിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞായിരിക്കും വരുന്നത്. അപ്പോൾ ഈ സിൻടാക്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 2 കാര്യം ശ്രദ്ധിക്കണം. റേറ്റ് എന്ന് പറയുന്നതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നതിൽ തന്നെ പറയുന്നുണ്ട്. അതായത് അത് മന്ത്ലി റേറ്റാക്കി മാറ്റണം. ഈ തന്നിരിക്കുന്ന വർഷമായിരിക്കും, അതിനെ നമ്മൾ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര മാസമാണെന്നും കൺവേർട്ട് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനുള്ളത്.